പ്രകൃതിക്ഷോഭം, അപകടങ്ങൾ തുടങ്ങി ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ, ഗുരുതര രോഗങ്ങൾ പിടിപെട്ടവർ തുടങ്ങിയവർക്ക് അടിയന്തര സഹായത്തിനായുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. 2 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ഈ ധനസഹായം അനുവദിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില മുൻ മന്ത്രിമാർക്കുമെതിരെ സമർപ്പിച്ച പരാതി ലോകായുക്ത, ഉപലോകായുക്തകൾ തള്ളിയ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത് കഴിഞ്ഞ ജാനുവരിയിലായിരുന്നു. ദുരിതാശ്വാസത്തിന് അർഹതയില്ലാത്തവർക്കാണ് പണം നൽകിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പോലും ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴിതാ ദുരിതാശ്വാസ നിധിയിൽ ചെലവഴിക്കാതെ കിടക്കുന്ന കോടികളാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടലിലാണ് ജനങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചെലവഴിക്കാതെ കിടക്കുന്നത് 923.02 കോടി രൂപയാണ്. CMDRF വെബ്സൈറ്റ് പ്രകാരം ഡിസംബർ 7 വരെ 6780.59 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. ഇതുവരെ ചെലവഴിച്ചത് 5857.57 കോടി. മിച്ചം 923.02 കോടി. 2018-2019 പ്രളയകാലത്ത് 4970.29 കോടിയാണ് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത്. ഇതിൽ 4738.77 കോടി രൂപ ചെലവാക്കി. കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത് 1129.74 കോടിയാണ്. ചെലവാക്കിയതാകട്ടെ 1111.15 കോടിയും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ ലഭിച്ചത് 680.56 കോടിയാണ്. ദുരന്തം കഴിഞ്ഞ് 4 മാസമായിട്ടും വയനാടിന് നൽകിയത് വെറും 7.65 കോടിയും. കേന്ദ്ര സഹായവും വയനാടിന് ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തിന്റെ ആധികാരിക പ്രപ്പോസൽ ലഭിച്ചത് നവംബർ 15 മാത്രമാണെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. കയ്യിലുള്ള പണം ചെലവഴിക്കുന്നതിൽ മെല്ലെപ്പോക്കും, കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വൈകുന്നതും വയനാട് പുനരധിവാസം വൈകുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെയാണ്. വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല. സംസ്ഥാന സർക്കാർ പ്രോജക്ട് റിപ്പോർട്ട് നൽകാൻ വൈകി എന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ നിവേദനം നൽകിയപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. കയ്യിൽ കിട്ടിയ തുക പോലും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നില്ല. ഒരു പുനരധിവാസ പ്രവർത്തനവും നടക്കുന്നില്ല. 1000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടും സ്ഥലം കണ്ടെത്തി നൽകാൻ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ വാടക വീടുകളിൽ ഇപ്പോഴും തുടരുകയാണ്. പുനരധിവാസത്തിൽ കേന്ദ്ര സർക്കാർ പണം നൽകുന്നുമില്ല, സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നുമില്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞതുപോലെ 2 കൂട്ടരും ഉത്തരവാദികൾ തന്നെയാണ്.